40 വർഷം CPIM ഭരിച്ച തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് കോടികളുടെ തട്ടിപ്പാണ്. 2011 മുതൽ 2018 വരെ കരുവന്നൂർ ബാങ്കിൽ നടന്നത് 300 കോടി രൂപയുടെ ക്രമക്കേടാണ്. വായ്പ എടുക്കാത്തവർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെ തട്ടിപ്പ് പുറത്തറിയുന്നു. ആദ്യ പരാതി 2019 ജനുവരി 16-നാണ്. ജീവനക്കാരൻ MV സുരേഷ് തൃശൂർ ജോയിന്റ് രജിസ്ട്രാർക്ക് ആണ് നൽകിയത്. വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തിക്കാട്ടിയും ക്രമരഹിതമായി വായ്പകൾ അനുവദിച്ചു എന്നാണ് കണ്ടെത്തിയത്. 90% വായ്പകളിലും വസ്തു പരിശോധന നടത്തിയത് മാനേജർ ബിജു കരീം മാത്രമാണ്. 80% വായ്പാ അപേക്ഷകളിലും അപേക്ഷകരുടെ യഥാർത്ഥ പേരോ വിവരങ്ങളോ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ല. 70% അപേക്ഷകളിലും ഭൂമിയുടെ യഥാർത്ഥ ഉടമയുടെ സമ്മതപത്രവും ഒപ്പുമില്ലാതെയാണ് വായ്പ നൽകിയത്. വായ്പയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത 5 പേർക്ക് 50 ലക്ഷം രൂപ വീതം വായ്പ അനുവദിച്ചു. ആധാരമില്ലാതെയും ജപ്തി ചെയ്യപ്പെട്ട ഭൂമി ഈടായി പരിഗണിച്ചും കോടികൾ വായ്പ അനുവദിച്ചു. ED നടപടിക്കെതിരെ CPIM രംഗത്തെത്തിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ EDയുടെ നീക്കം ഗൂഢാലോചനയാണ് എന്ന് MV ഗോവിന്ദൻ പറയുന്നു. CPIMനെ പോറലേൽപ്പിക്കാമെന്ന ധാരണ വേണ്ടെന്ന് ആണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. പ്രതി ചേർത്തത് രാഷ്ട്രീയ നീക്കമാണ്, പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണിത് എന്ന് K രാധാകൃഷ്ണൻ MP പറയുന്നു. പാർട്ടിക്ക് പങ്കില്ല, പ്രധാന പ്രതികളെ ED മാപ്പുസാക്ഷിയാക്കി എന്നുമാണ് AC മൊയ്തീൻ പറയുന്നത്.